ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം എന്ന വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഡെറാഡൂണിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. കാറുകളും കടകളും ഒലിച്ചുപോയി, രണ്ടുപേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. വിനിത വിജയാണ് ചേരുന്നത് വിവരങ്ങളുമായി. വിനിത, വീണ്ടും ഗുഡ് മോർണിംഗ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്യാവശ്യം വലിയ മേഘവിസ്ഫോടനമാണ്, അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു കലാമിറ്റിയാണ് വിനീത. തീർച്ചയായും ഹാഷ്മി, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഡെറാഡൂണിലാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. കഴിഞ്ഞ രാത്രിയൊക്കെ വലിയ മഴ ആ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്നാണ് അത് മേഘവിസ്ഫോടനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ സഹസ്രധാര എന്ന് പറയുന്ന ആ മേഖലയിൽ ഈ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പിന്നീട് ഒരു മണ്ണിടിച്ചിലുണ്ടായതായി കൂടിയൊരു റിപ്പോർട്ടുണ്ട്. രണ്ടുപേരെ കാണാതെയായെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില ആളുകൾ ആ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നതായും ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആ മേഖലകളിൽ പുരോഗമിക്കുകയാണ്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഈ കാറുകളും ഒപ്പം തന്നെ കടകളും ഒക്കെ തന്നെ ഈ മേഘവിസ്ഫോടനത്തിൽ ഒലിച്ചു പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. തംസ നദി, ഉത്തരാഖണ്ഡിലെ തംസ നദി ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്നു എന്നാണ് റിപ്പോർട്ട്. ആ മേഖലയിൽ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ ഏതാണ്ട് മുകളറ്റം വരെയും വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നൊരു അവസ്ഥയാണുള്ളത്. ഈ നദീതീരങ്ങളിലേക്ക് ഒക്കെ താമസിക്കുന്ന ആളുകൾ അവിടേക്ക് ഇറങ്ങരുതെന്നും ഒപ്പം തന്നെ വിനോദസഞ്ചാരികളൊക്കെ ഈ നദികളിലേക്ക് ഇറങ്ങരുത്, അവർ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്നൊക്കെയാണ് ഇതിനോടകം തന്നെ അവിടെയുള്ള ഭരണകൂടങ്ങൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. ചില ആളുകൾ ആ മേഖലകളിൽ ഈ മേഘവിസ്ഫോടനം ഉണ്ടായ ഡെറാഡൂണിന്റെ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ ഇപ്പോൾ SDRF സംഘമൊക്കെ എത്തി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഹാഷ്മി, ശരി, ഓക്കെ. അത് വലിയ മേഘവിസ്ഫോടനം തന്നെയാണ്. ദൃശ്യങ്ങൾ അങ്ങനെ തോന്നിപ്പിക്കുന്നു. അധികം വലിയ ജീവനാശം ഉണ്ടാവാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.